ചേരുകയാണ്. പാലക്കാട് മംഗലം ഡാം കടപ്പാറയിൽ വെള്ളച്ചാട്ടം കാണാനെത്തി കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24-ന് ഫയർഫോഴ്സ് എത്തിയാണ് 6 പേരെയും രക്ഷിച്ചത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നിഖില്, ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം ദുഷ്കരമായിരുന്നു, സാഹസികമായിരുന്നു ആ ദൗത്യം എന്നല്ലേ? തീർച്ചയായിട്ടും ഗോകുൽ, ഇന്ന് വൈകിട്ടാണ് 6 യുവാക്കൾ വനംവകുപ്പിന്റെ ഭൂമിയിൽ അവരുടെ അനുവാദമില്ലാതെ ഈ ആലിങ്ങൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അവിടേക്ക് പ്രവേശിക്കുകയും തുടർന്ന് അവരവിടെ എത്തിയതിനു ശേഷം ശക്തമായ മഴ പെയ്യുകയും ചെയ്തു. ഇതേ തുടർന്ന് മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും വനത്തിലെവിടെയോ ഉരുൾപൊട്ടിയതായുള്ള സംശയമുണ്ട്. ഇതേ തുടർന്ന് കനത്ത മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. കാര്യമായി തന്നെ വെള്ളം ആ മേഖലയിലേക്ക് എത്തുകയും യുവാക്കൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് ഇതിലൂടെ കടന്നുപോയ ഒരു പ്രദേശവാസി യുവാക്കളുടെ ബൈക്ക് അവിടെ നിർത്തിയിട്ടത് കണ്ടു. അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെ നിന്ന് ഈ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഒച്ചയിടുന്ന ശബ്ദം കേട്ടത്, അവർ അലറി വിളിക്കുന്ന ശബ്ദം കേട്ടത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും വിവരം അറിയിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അവിടെ യുവാക്കൾ കുരുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് യുവാക്കളെ രക്ഷിച്ചത്. വളരെയധികം സാഹസികമായിട്ടായിരുന്നു അവരെ രക്ഷിച്ചത്. നമുക്കറിയാം, ഈ ആലിങ്ങൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ ഒരു തോട് മുറിച്ചു കടന്ന് വേണം പോകാൻ. ഈ വിദ്യാർത്ഥികൾ അവിടേക്ക് പോകുമ്പോൾ കാര്യമായി വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാൽ തിരികെ വരുമ്പോഴേക്കും അതൊരു വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് തന്നെ ആ മേഖലയിൽ ഉണ്ട്. അതാണ് അവർക്ക് ഇപ്പുറം കടക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുത്തിയത്. എന്തായാലും എത്രത്തോളം സാഹസികമായിട്ടാണ് അവരെ രക്ഷിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, വളരെ പ്രയാസപ്പെട്ടാണ് അവരെ പുറത്തെത്തിച്ചത് എന്നുള്ളത്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അടക്കമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പേര് വിവരങ്ങൾ നമ്മൾ നൽകാത്തത്. വടക്കഞ്ചേരി സ്വദേശികളാണ് ഇവർ. ഇത് വൈകുന്നേരമായപ്പോൾ, ഞായറാഴ്ചയാണ്, വൈകുന്നേരം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആലിങ്ങൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. റോഡിനോട് വളരെ ചേർന്നാണ് ഈ പ്രദേശമെങ്കിലും വനത്തിലൂടെ വേണം ഈ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് എത്താൻ. അവിടെ പക്ഷെ വളരെ നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല വെള്ളം കൂടിയുള്ള സമയമായതിനാൽ നന്നായി മഴ പെയ്യുന്നുണ്ട് ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ സമയത്ത് വെള്ളച്ചാട്ടം കാണാൻ. പക്ഷേ കർശന നിർദ്ദേശം വനംവകുപ്പ് അടക്കം നൽകുന്നുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ആ പ്രദേശങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളത്. അത് അവഗണിച്ചുകൊണ്ടാണ് യുവാക്കൾ പോയത്. അതുകൊണ്ടാണ് അവരിങ്ങനെ കുരുക്കിലാക്കി പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മണിക്കൂറുകൾ അവിടെ അകപ്പെട്ടുവെങ്കിലും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് എല്ലാവരെയും രക്ഷിക്കുകയാണ്. അവരെ വീടുകളിലേക്ക് അയച്ചിട്ടുമുണ്ട്. ഗൂഗിൾ. പാലക്കാട് മംഗലം ഡാം കടപ്പാറയിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാക്കളാണ് കുടുങ്ങിയത്. അവരെ സാഹസികമായി രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് സംഘം 6 പേരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഏതായാലും ഇത്തരം മഴയുള്ള പ്രകൃതി അത്ര നല്ല കാലാവസ്ഥ അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്കൊക്കെ കടക്കായിരിക്കും, പ്രത്യേകിച്ച് വനപ്രദേശത്ത് എന്നതാണ് വനംവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.